ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. നമുക്കറിയാം ബിറ്റ്കോയിൻ ഈസ് എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി ആണ്, വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ. യെസ്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അപ്ലൈ ചെയ്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞൊരു ഏരിയ കൂടിയാണ് ബ്ലോക്ക് ചെയിൻ. ലേറ്റർ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് അവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കുകയും പലപ്പോഴും ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ബ്ലോക്ക് ചെയിന്റെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ കൂടിയാണ്. ഇന്റർമീഡിയറീസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ഇന്റർമീഡിയറിയുടെയും ഹെൽപ്പ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള കറൻസികളെ കൊണ്ടുവരുന്നത്. ഇതിനെ ഒരാളും സെൻട്രലൈസ്ഡ് ആയിട്ടല്ല, ഒരു RBIയോ. ഹലോ, എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആർഷ. SI അതുപോലത്തെ ഒരുപാട് എക്സാംസിന്റെ മെയിൻസിന്റെ പരീക്ഷ വരികയാണ്. അപ്പം നമ്മുടെ എല്ലാം ഏതൊരു PSC ഉദ്യോഗാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് ഡിഗ്രി ലെവലുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്യുക, കുറച്ചുകൂടി സാലറി ആയാലും അതല്ല സ്വീകാര്യത ഉള്ള സൊസൈറ്റിയിൽ സ്വീകാര്യതയുള്ള ജോലികൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. പക്ഷേ ആദ്യം നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുക, കാല് ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പലരും LD ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതല്ല മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കൂടെ തന്നെ ഡിഗ്രി ലെവല് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. സോ ഏതൊരു ഉദ്യോഗാർത്ഥിയെയും സംബന്ധിച്ച് ഇത്തരത്തിലൊരു വലിയ എഫേർട്ട് ഈ ഒരു പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ പ്രിലിംസ് ജയിച്ച് വന്നവരാണ് അല്ലെ. സോ ഒരു എഫേർട്ട്, നമ്മുടെ ഒരു വലിയൊരു എഫേർട്ട് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻസിന് പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ നന്നായിട്ട് സിലബസ് ഉൾപ്പെടെ PYQ ഉൾപ്പെടെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എവിടെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാലോ എന്നുള്ള ടെൻഷൻസ് ഒക്കെ എല്ലാവർക്കും കാണും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ചില ടോപ്പിക്കുകൾ നമുക്ക് ടഫ് ആണെന്ന് തോന്നാം. ഫോർ എക്സാമ്പിൾ മെയിൻസിനെ സംബന്ധിച്ച് സൈക്കോളജിയിലെ ചില ഭാഗങ്ങൾ, IT ആക്ട് വരുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, IP തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും ഒരുപക്ഷെ നമ്മൾ അത് പഠിക്കാതെ മറ്റുള്ള പോർഷൻസിന് വേണ്ടി സമയം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ഈ ഭാഗങ്ങളാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ. എല്ലാ പാർട്ടും പ്രിലിംസ് ജയിച്ചു വന്ന കുറെ പേര് എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കുന്ന പോർഷൻസ് നമ്മളത് നീറ്റാക്കി വെക്കണം. എങ്കിലും അവിടങ്ങളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരം ടോപ്പിക്സിൽ കുറെ MCQs ചെയ്യുന്നതാണ് ആ കൃത്യമായിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും മേ ബി റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതല്ലെങ്കിൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞൊരു ഏരിയ കൂടിയാണ് ബ്ലോക്ക് ചെയിൻ. ലേറ്റർ നമ്മൾ ക്വസ്റ്റ്യൻസ് വെച്ച് അവർക്ക് വീഡിയോ ചെയ്ത് കൊടുക്കുകയും അത് കുറച്ച് എഫക്റ്റീവ് ആണ് എന്ന് കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ബ്ലോക്ക് ചെയിനും MCQസും ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്താമെന്ന് വിചാരിച്ചത്. സോ വി ആർ സ്റ്റാർട്ടിങ്. ബ്ലോക്ക് ചെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ശേഷം അതിൽ ക്ലാരിഫൈ ചെയ്ത് പോവാം. ആ ഒരു മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ ബ്ലോക്ക് ചെയിൻ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് ലെഡ്ജേഴ്സ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള ടേംസ് വന്നു തുടങ്ങി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി, an exchange of distributed information, a distributed ledger on a peer-to-peer network. എന്ത് peer-to-peer നെറ്റ്വർക്ക്? peer-to-peer നെറ്റ്വർക്കിൽ നിന്ന് ഡയറക്റ്റും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് P2P എന്ന് ചോദിച്ച് ഡയറക്റ്റും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കുറച്ച് ബേസിക്സ് പഠിക്കണം അല്ലെ. കുറച്ച് ബേസിക്സ് ഒന്ന് പറഞ്ഞു തരാം. ഇതിൽ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നവർ കാണും. അവരോടാണ് പറയുന്നത്. നമ്മൾ പ്യുവർലി അക്കാഡമിക് ആയിട്ട് MCQs വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാണും. ഒക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. നമ്മൾ ശരിക്കും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്കാഡമിക്കലി എങ്ങനെ ബ്ലോക്ക് ചെയിനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ? അതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വന്നാലോ. നോക്കിയേ, ഇവിടെ എന്താണ് പറയുന്നത്? ഒരു ബിറ്റ്കോയിന്റെ ബിഹൈൻഡിലുള്ള ഒരു ടെക്നോളജി ആയിട്ടാണ് ബ്ലോക്ക് ചെയിനെ പറയുന്നത്. സോ ബ്ലോക്ക് ചെയിൻ ഈസ് ദ ടെക്നോളജി ബിഹൈൻഡ് ദ ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ, നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ ആപ്പിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അറിയാത്തവർക്ക് കൂടി പറയാണ്, ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കറൻസിക്ക് പകരം യൂസ് ചെയ്യുന്ന
മറ്റൊരു പാരലൽ വേൾഡിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിറ്റ് കോയിൻ ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ക്രിപ്റ്റോ കറൻസി, അപ്പൊ ബിറ്റ് കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ആര്? ബ്ലോക്ക് ചെയിൻ. അപ്പൊ നമുക്ക് മനസ്സിലായി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. അത് ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ബിഹൈൻഡിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ വെച്ചാണെന്ന് ഓർത്തിരിക്കുക. ബിറ്റ് കോയിൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ, ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. പക്ഷേ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യിക്കാൻ പറ്റും? വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു ഫിഗറിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയാം. അതിന് ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റ് ഈ അടുത്ത് ബ്ലോക്ക് ചെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് അവരുടെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഏർപ്പെടുത്തിയത്. എന്തിനാണ്? കൂടുതൽ സെക്യൂരിറ്റിക്കും കാര്യങ്ങൾക്കും വേണ്ടി. അപ്പൊ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് അവരുടെ ലാൻഡ് റവന്യൂ ആക്ടുകളിലും ഒക്കെ ലാൻഡ് റവന്യൂ സർവേകളിലും ഒക്കെ ഇത് ഉൾപ്പെടുത്തിയത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പുരയിട, ഇതിപ്പം എന്റെ വീടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടാണ് എന്ന് വിചാരിക്കുക. ഒരു 1, 2, 3 പേരുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇത് എന്റെ വസ്തുവാണ്. എന്റെ വസ്തു 3 ആൾക്കാരുമായിട്ട് എന്ത് പങ്കിടുന്നു? അയല് പങ്കിടുന്നു എന്ന് വിചാരിക്കുക. ഇനി ആദ്യത്തെ ആള് മാത്രം അയാളുടെ പ്രമാണത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ കൊണ്ടുവന്നു. ഞാൻ അറിയുന്നില്ല, കൂടെ ഉള്ളവർ ആരും അറിയുന്നില്ല. ആദ്യത്തെ ആളുടെ വസ്തു ഷെയർ ചെയ്യുന്ന ആളാണ്, രണ്ടാമത്തെ ആളും ഞാനും. പക്ഷെ ഞങ്ങൾ ആരും, മൂന്നാമത്തെ ആൾ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ആരും അറിയുന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിന് റീസർവേയോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു മാൽ പ്രാക്ടീസ് നടത്തി എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇതിന്റെ കാരണം എന്താ? ബിക്കോസ് ഒരു സിസ്റ്റം, അതായത് കോമൺ ആയിട്ട് പങ്കിടുന്ന ഒരു കാര്യത്തിൽ ഒരാൾക്ക് മാത്രം എന്ത് ചേഞ്ച് വരുത്താൻ പറ്റി? ഒരു ചേഞ്ച് വരുത്താൻ പറ്റി, അത് മറ്റുള്ളവർ അറിഞ്ഞില്ല. അപ്പൊ അതിന് എന്ത് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ആ ഒരു സിസ്റ്റം ക്രെഡിബിൾ ആണെന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് നിങ്ങളൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നു, 5 പേരും ഒരേപോലെ തന്നെ ചെലവൊക്കെ നടത്തുന്നു. അതിൽ ഒരു ബുക്ക് ഉണ്ടോ എന്ന് വിചാരിക്കുക. അപ്പൊ ഒറ്റ ബുക്കേ ഉള്ളൂ. ഈ ബുക്കിലാണ് നിങ്ങൾ ചെലവുകളെല്ലാം എഴുതി വെക്കുന്നത്. നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ അതിൽ കള്ളക്കണക്ക് എഴുതാം. അപ്പൊ അത് 5 പേരും അത് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ് താനും. അപ്പൊ ഇതെങ്ങനെ ശരിയാവും? അപ്പൊ ഇതിനൊക്കെ പകരമാണ്, അതായത് ഇവിടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജറാണ്. എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് 5 പേർക്കും കൂടി ഒരു ബുക്കാ, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജറാണ്. അവിടെ നിന്ന് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ആക്കുന്നിടത്താണ് ബ്ലോക്ക് ചെയിനിന്റെ ഒരു സാങ്കേതിക വിദ്യ വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഈ 5 പേർക്കും കൂടി ഒരു ബുക്ക് ആയതുകൊണ്ടാണ് മാൽ പ്രാക്ടീസ് നടത്താൻ പറ്റിയത്. അപ്പൊ അവിടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലെഡ്ജറാണ്. അവിടെ നിന്ന് ഈ 5 പേരും ഓരോരോ ബുക്കുകൾ, അതായത് ഇതിന്റെ തന്നെ ഒരു സെയിം കോപ്പി ഉണ്ട് എന്ന് വിചാരിക്കുക. അതിൽ ഒരാളുടെ കോപ്പിയിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി 5 പേരും അത് അറിഞ്ഞിരിക്കണം. 5 പേരുടെയും ബുക്കിൽ അതിന്റെ ഒരു കോപ്പി വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 പേരും അത് എഴുതി അവരുടെ ബുക്കിൽ വെച്ചാൽ മാത്രമേ ആ ഒരു ട്രാൻസാക്ഷൻ എന്താവത്തുള്ളൂ? ലീഗൽ ആവത്തോളെങ്കിൽ അതാണ് ബ്ലോക്ക് ചെയിൻ. നോക്കിയേ, നമ്മുടെ വസ്തുവിന്റെ അടുത്ത് വന്ന ആദ്യത്തെ ആള് പ്രമാണത്തിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്റെ വസ്തുവിലും അത് ചേഞ്ച് വന്നാൽ, അതായത് അത് ഞങ്ങൾ പെർമിറ്റ് ചെയ്യണം. 100ൽ 51 എന്നാണ് ബ്ലോക്ക് ചെയിനിൽ നമ്മൾ അതിന്റെ റേഷ്യോ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ 4 പേരുടെയും സമ്മതത്തോടു കൂടി മാത്രമേ ഡേറ്റ എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് ചെയിൻ നമുക്ക് പറയാം, ഇത്ര നാളും ഉണ്ടായിരുന്നത് ഒരു സെൻട്രലൈസ്ഡ് ലെഡ്ജർ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു ഡീസെൻട്രലൈസ്ഡ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്, പല എക്സാംസിനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള വാക്കാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജറിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. കുറച്ചുകൂടി സെക്യൂർ ആണ്, മാൽ പ്രാക്ടീസസ് നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിൽ നമ്മൾ പാരലൽ ആയിട്ടുള്ള ഒരു കറൻസിയാണ്. അപ്പൊ അതിൽ 100 പേര് ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ 51 പേരും ആ ഒരു ഡേറ്റയെ അംഗീകരിച്ചാൽ മാത്രമേ അവിടെ ഒരു ചേഞ്ച് നടക്കൂ. അതുകൊണ്ട് തന്നെ മാൽ പ്രാക്ടീസുകൾ ഒന്നും നടക്കാൻ തന്നെ യാതൊരു സാധ്യതയും ഇല്ല. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെൻട്രലൈസ്ഡ് ലെഡ്ജർ അല്ല, ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ. അതായത് എല്ലാവരുടെ കമ്പ്യൂട്ടറിലും, നോക്കിയേ, ഇതൊരു സിസ്റ്റം ആണെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഈ എല്ലാ സിസ്റ്റത്തിലും ചേഞ്ച് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു പുതിയ ഇൻഫർമേഷനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെർമിഷനും അല്ലെങ്കിൽ എല്ലാവരുടെയും അറിവും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ യൂസ് ചെയ്തത്. ബെറ്റർ മെത്തേഡ് ആണ്. യാതൊരു തർക്കമോ കാര്യങ്ങളോ മാൽ പ്രാക്ടീസസോ ഒന്നും അവിടെ വരാനുള്ള പോസിബിലിറ്റീസ് വെരി റെയർ. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ആണ് എന്ന് നമ്മൾ കണ്ടു. 5 ബുക്കുകളിലും എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് ചെയ്യത്തുള്ളൂ, അനുവദിക്കത്തുള്ളൂ എന്ന് പറയുന്നു. അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ 2 ടേംസ് ആണ് പഠിച്ചത്. ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ആണ്, അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്. പലതരത്തിലുള്ള ഡേറ്റാബേസുകൾ ഉണ്ട്, നിങ്ങൾക്കറിയാം, റെഗുലർ ഡേറ്റാബേസും ഒക്കെ. ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാവരുടെയും കയ്യിൽ ഡേറ്റ കൊടുത്തേക്കുക. അതുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് കൂടിയാണ് ആര്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഡേറ്റയെ അത് റെക്കോർഡ് ചെയ്യും. അത് ഒരു ഇൻഫർമേഷൻ എല്ലാവരുടെ പെർമിറ്റ് ചെയ്താൽ റെക്കോർഡ് ചെയ്യാൻ അനുവദിക്കും. പക്ഷേ ആ ഡേറ്റയെ എഡിറ്റ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് ഭയങ്കര ക്രെഡിബിലിറ്റി ആണ് ഇവിടെ വരുമ്പം ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ വരുമ്പം. ഈ ഒരു ഫിഗറിൽ ഓരോ ബ്ലോക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓരോ ട്രാൻസാക്ഷനും ഓരോ ബ്ലോക്കാണ്. നോക്കിക്കേ, ഓരോ ട്രാൻസാക്ഷനും എന്താണ്, ഓരോ ബ്ലോക്കുകളാണ് എന്ന് ഓർത്തിരിക്കാം. 100ൽ 51 കമ്പ്യൂട്ടർ എങ്കിലും അതിനെ ഓതറൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് ഓൾട്ടർനേഷൻസ് ഒക്കെ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ പുതിയ ഡേറ്റയെ നമുക്ക് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, നോ എഡിറ്റ് ആണ്, ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഇത്ര 100ൽ 51 സിസ്റ്റത്തിലെങ്കിലും ചേഞ്ച് വരണം. ഓരോ ട്രാൻസാക്ഷൻസും ഓരോ ബ്ലോക്കുകളായിട്ട് നടക്കുന്നു. ബാങ്കും പണമിടപാടിനൊക്കെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. സിമിലർ ആയിട്ട് അതുപോലെ തന്നെ, അതായത് നിങ്ങൾക്കറിയാം, ബാങ്കിനെ സംബന്ധിച്ച് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ട്. RBI പറ്റി നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതോറിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസി വരുമ്പോൾ, നമ്മുടെ ക്രിപ്റ്റോ കറൻസി വരുമ്പോൾ അത്തരത്തിലൊരു അതോറിറ്റി ഇല്ല. അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അല്ല വർക്ക് ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് അതോറിറ്റി ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമ്മൾ പലപ്പോഴും കളയുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ ഒരുവിധം നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ചൊരു പെയിൻ ഇട്ടായാലും നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ബാങ്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു, അതായത് ഒരാളല്ല കൺട്രോൾ ചെയ്യുന്നത്. ഓൾ കൺട്രോളിംഗ് ആയിട്ടുള്ള, ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരാളില്ല. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആര് യൂസ് ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. 2 വാക്കുകൾ ഓർത്തിരിക്കാം. ഒന്നും നമുക്ക് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലെഡ്ജർ ആണ്, അതുപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ്. എന്തൊക്കെയാണ്? ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലെഡ്ജർ ആണ് ആര് ബ്ലോക്ക് ചെയിൻ. അതുപോലെ തന്നെ അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാബേസ്, എല്ലാവരുടെ കയ്യിലുമായിട്ട് കിടക്കുന്ന ഒരു ഡേറ്റാബേസ്. ഈ 2 വാക്കുകളും ഓർത്തിരിക്കണേ. ഇനി പലപ്പോഴും ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ബ്ലോക്ക് ചെയിന്റെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ പല കോമ്പറ്റീറ്റീവ് എക്സാംസിനും ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ കാണുന്ന ബ്ലോക്ക് ആണ്. എന്താണ് ബ്ലോക്ക്? ഓക്കെ, എന്താണ് ബ്ലോക്ക്? ബ്ലോക്സ് ആർ ആക്ച്വലി ഫയൽ സ്റ്റോർഡ് ബൈ ദി ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ബ്ലോക്ക് ചെയിനിൽ നമ്മൾ കുറേ സിസ്റ്റംസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫയലിനെയാണ് ആ ഫിഗറിൽ നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫയല് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിൽ ഡേറ്റാസ് പെർമനന്റ്ലി റെക്കോർഡഡ് ആയിരിക്കും. എന്നത്തേക്കും ഡേറ്റാസ് റെക്കോർഡഡ് ആയിരിക്കും. എവിടെ? ബ്ലോക്കിൽ എന്ന് പറയുന്നത്. ഇവിടെ വാലിഡേറ്റ് ചെയ്യപ്പെടാത്ത, അതായത് ഈ 100ൽ 51 കമ്പ്യൂട്ടേഴ്സ് വാലിഡേറ്റ് ചെയ്യപ്പെടാത്ത ഡേറ്റാസ് സ്റ്റോർ ചെയ്യും. പക്ഷേ എപ്പോൾ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അതായത് ബാക്കി കമ്പ്യൂട്ടേഴ്സ് കൂടെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അപ്പം എപ്പം അത് വാലിഡേറ്റ്, വൺസ് ദ ഡേറ്റ ആർ വാലിഡേറ്റഡ്, എപ്പോൾ ഡേറ്റ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു അപ്പോഴത്തേക്കിനും ബ്ലോക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഓൾട്ടർനേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊരു പുതിയ ബ്ലോക്ക് ആയിട്ടായിരിക്കും, ഒരു പുതിയ ന്യൂ ബ്ലോക്ക് ആയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പിന്നീട് വാലിഡേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആദ്യത്തെ ബ്ലോക്കിൽ, ക്രിയേറ്റ് ചെയ്ത ബ്ലോക്ക് എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു ഓൾട്ടർനേഷൻസും വരുത്താൻ പറ്റില്ല. അത് തന്നെയാണ് ബ്ലോക്ക് ചെയിന്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. അതുപോലെ തന്നെ അത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്ലോസും ചെയ്യും. പിന്നെ ഓരോ ബ്ലോക്സ് ആയിട്ടാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. സോ അത്തരത്തിൽ വളരെ എൻഡ് ടു എൻഡ് ആയിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തെന്നൊക്കെ നമുക്ക് പറയാം. ആ തരത്തിലുള്ള
ഒരു മെത്തേഡാണ് എവിടെ യൂസ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുന്നത്. ഹൈ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ശരിക്കും ആ ഒരു ഡേറ്റയെ സെക്യൂർ ആക്കി വെക്കുകയാണ് ബ്ലോക്ക് ചെയിനിൽ ചെയ്യുന്നത്. സോ ബ്ലോക്സ് എന്തെന്ന് ചോദിച്ചാൽ എഴുതുക, ബ്ലോക്സ് ആർ ദി ഫയൽസ് ബൈ എ ബ്ലോക്ക് ചെയിൻ ദാറ്റ് ആർ സ്റ്റോർഡ് ബൈ എ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്സ് ആർ ദി ഫയൽസ് സ്റ്റോർഡ് ബൈ എ ബ്ലോക്ക് ചെയിൻ. ഒരു ബ്ലോക്ക് ചെയിൻ സ്റ്റോർ ചെയ്യുന്ന ഫയൽസിനെയാണ് നമ്മൾ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. അവിടെയാണ് ഡേറ്റ പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് പലപ്പോഴും ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ മൈനർ എന്ന് പറയുന്നത്. എന്താണ് മൈനർ എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് വേണം. ക്രിപ്റ്റോ കറൻസിയിൽ ഒരു കോംപ്ലക്സ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസികളെ ആദ്യം മൈൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ കുഴിച്ചെടുക്കുന്നു, ഖനനം ചെയ്തെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ കുറച്ച് ഹൈ മാത്തമാറ്റിക്കൽ അൽഗോരിതം സോൾവ് ചെയ്യുന്നവർക്ക് ഈ ക്രിപ്റ്റോ കറൻസിയെ പണ്ട് എന്ത് ചെയ്തെടുക്കാമായിരുന്നു, മൈൻ ചെയ്തെടുക്കാമായിരുന്നു. മൈൻ ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് കൊടുക്കുക, നമുക്ക് അത് വെച്ച് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും അത് തന്നെ വിൽക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മൈൻ ചെയ്തെടുക്കാൻ അതിന്റെ അൽഗോരിതം ഭയങ്കര കോംപ്ലക്സ് ആക്കിയിട്ടുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തേ നമുക്കത് ചെയ്യാൻ പറ്റും. അതൊരു പഴയ കഥ. പക്ഷെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ. മൈനർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്ടർ who actually participates in the cryptocurrency transaction. cryptocurrency transactionൽ പങ്കെടുക്കുന്ന ഒരു ആക്ടറുടെ പേരാണ് മൈനർ എന്ന് പറയുന്നത്. അതായത് and it also plays a crucial role in creating new cryptocurrencies. പുതിയ cryptocurrencies ഉണ്ടാക്കുക, ബ്ലോക്ക് ചെയിനിലെ ട്രാൻസാക്ഷൻസ് നടത്തുക എന്നുള്ള എല്ലാം ചെയ്യുന്ന ഒരു ആക്ടർ, അത് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മൈനർ ഒരാൾ ഇരുന്നത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മൈനേഴ്സ് ആക്ച്വലി പ്ലേ എ വെരി ഗ്രേറ്റ് റോൾ ബിക്കോസ് ആ ഒരു ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല പുതിയ ബ്ലോക്ക് ചെയിനിലോട്ട് ഒരു പുതിയ ബ്ലോക്ക് ഇവർ ആഡ് ചെയ്യുമ്പോൾ, ഇവർ മൈൻ ചെയ്ത് ആഡ് ചെയ്യുക, ട്രാൻസാക്ട് ചെയ്ത് ഇവർ ആഡ് ചെയ്യുക, കൂടുതലും മൈൻ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ മൈനേഴ്സിന് ഒരു ന്യൂലി മൈൻഡ് ആയിട്ടുള്ള കോയിൻസ് കിട്ടും, ന്യൂലി മിൻറ്റഡ് ആയിട്ടുള്ള കോയിൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ഫീസ് കിട്ടുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മൈനേഴ്സിനുണ്ട്. മൈനേഴ്സ് ആണ് അപ്പൊ ഇത് പുതിയതായിട്ട് മൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് ആ ഒരു ഇന്റഗ്രിറ്റിയും സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയും നമ്മൾ എന്താന്ന് പറയുന്നുണ്ട്, മൈനേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു വാക്കാണ് നോഡ്. വാട്ട് ഈസ് എ നോഡ് ഇൻ എ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരു നോഡുണ്ട്, ഇവിടെ നോഡുണ്ട്, കുഞ്ഞു കുഞ്ഞു നോഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നോഡ്സ് ഈ ഒരു ബ്ലോക്ക് ചെയിന്റെ ആ ഒരു സാങ്കേതിക വിദ്യയെ സാധ്യമാക്കാൻ വേണ്ടി ഇരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാം. സോ യൂഷ്വലി എന്താണ് നോഡ് എന്ന് പറഞ്ഞാൽ, ദർ ആർ ആക്ച്വലി പല ടൈപ്പ് ഓഫ് നോഡ്സ് ഉണ്ട്, പല പർപ്പസും ആണ്, അത് പലതിനും പല പർപ്പസും ആണ്. യൂഷ്വലി നോഡ്സ് എന്ത് ചെയ്യും, തമ്മിൽ ആ ഫിഗർ നോക്കിയാൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിൽ യൂഷ്വലി ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു കമ്പ്യൂട്ടർ അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിനെ നമുക്ക് നോഡ് എന്ന് പറയാവുന്നതാണ്. ഒരു പിയർ ടു പിയർ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇൻഫർമേഷൻസിനെ ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ആ ബ്ലോക്ക് ചെയിന്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയുന്നത്. നോഡ്സ് ഒരു കമ്പ്യൂട്ടറും ആവാം, ഏതൊരു ഡിവൈസും ആകാം, ഒരു കമ്പ്യൂട്ടറും ആകാം കേട്ടോ. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ചെയിൻ ലെൻഡറിന്റെ കംപ്ലീറ്റ് കോപ്പിയും ക്യാരി ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഫുൾ നോഡ്സ് എന്ന് പറയുന്നത്. ആരെയാണ് ഫുൾ നോഡ്സ്? ഒരു ബ്ലോക്ക് ചെയിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാവുന്ന ഒരാളെയാണ് നമ്മൾ ഫുൾ നോഡ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ബ്ലോക്ക് ചെയിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ട്രാൻസാക്ഷൻ ആഡ് ആവുന്നത് ആദ്യത്തത് എഡിറ്റ് ചെയ്യുമ്പോൾ അടുത്ത ബ്ലോക്ക് ആയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഹിസ്റ്ററി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ഹിസ്റ്ററിയെ ഇവരായിരിക്കും വാലിഡേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നത്, അതിന്റെ കോപ്പീസ് ഇവരുടെ കയ്യിൽ കാണും. പിന്നെ എപ്പോഴും ഒരു ബ്ലോക്ക് ചെയിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫുൾ നോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഒരു ബ്ലോക്ക് ചെയിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഫുൾ നോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ലൈറ്റ് നോഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ്. അതിന് നമ്മൾ പലപ്പോഴും സിംപ്ലിഫൈഡ് പേയ്മെന്റ് വേരിയേഷൻ എന്ന് പറയും. സിംപ്ലിഫൈഡ് പേയ്മെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയും. നമ്മുടെ സ്മാർട്ട് ഫോൺസിലൊക്കെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും ഒക്കെ, അതായത് ലിമിറ്റഡ് സ്റ്റോറേജ് ഒക്കെ ഉള്ള കുറച്ച് സ്റ്റോറേജ്, മറ്റേ കംപ്ലീറ്റ് ലെഡ്ജറിന്റെ സ്റ്റോറേജ് കാണും എവിടെ, ഫുൾ നോഡിൽ. അതേസമയം ലൈറ്റ് ആയിട്ടുള്ള നോഡ്സിൽ എന്തൊക്കെയാണ് കാണുന്നത്, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ചൊക്കെ നമുക്ക് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരു കുറച്ച് സ്റ്റോറേജ് കാണത്തുള്ളൂ. അവർക്ക് ഈ എൻറ്റയർ ബ്ലോക്ക് ചെയിൻ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഒരു സ്മോൾ പോർഷൻ ഇവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ട്രാൻസാക്ഷന്റെ
ഇൻഫർമേഷൻസ് ഇവർക്ക് സ്റ്റോർ ചെയ്യാം. അതിനെയാണ് നമ്മൾ ലൈറ്റ് നോട്ട്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് ഉണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ദി ബ്ലോക്ക് ചെയിൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നോട്ട്സ് എന്ന് ഓർത്തിരിക്കണം. ദാറ്റ് കൻ ബി ഓൾസോ എ ഡിവൈസ്. ഫുൾ കംപ്ലീറ്റ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഫുൾ നോട്ട്സ് എന്ന് പറയുന്നത്. ലൈറ്റ് നോട്ട്സ് മൊബൈലും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓർത്തിരിക്കുക. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്. ലൈറ്റ് നോട്ട്സ് ആണ് ആക്ച്വലി ഫാസ്റ്റർ ഫുൾ നോട്ട്സിനെക്കാട്ടിലും. കാര്യം എന്താണ്? കുറച്ച് ഡേറ്റ ഇവർക്ക് എടുത്താൽ മതി. പക്ഷേ ഫുൾ നോട്ട്സ് ആണ് വാലിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ആ രണ്ട് വ്യത്യാസവും ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ ആണ്. ബാക്കി ഡിഫിക്കൽറ്റി ലെവലും പ്രൂഫ് ഓഫ് വർക്കും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അതൊക്കെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യേണ്ടതാണ്. ബാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ബ്ലോക്ക്, മൈനർ, നോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്ലോക്ക് ചെയിൻ ലെഡ്ജർ ഒരു ഡീസെൻട്രലൈസ്ഡ് ലെഡ്ജർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഡേറ്റാ ബേസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് മൈനർ നോട്ട്സ്. നോക്കിയേ, എന്താണ് മൈനർ നോട്ട്സ് എന്താണെന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൈനർ നോട്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ വാലിഡേറ്റിംഗ് ട്രാൻസാക്ഷൻ. നടക്കുന്ന ട്രാൻസാക്ഷനുകളെ വാലിഡേറ്റ് ചെയ്യിക്കുന്ന ഒരാളാണ് മൈനർ നോട്ട്സ്. അതുപോലെ തന്നെ മൈനർ നോട്ട്സ് ആണ് റെസ്പോൺസിബിൾ എന്തിന്? പുതിയ ബ്ലോക്ക് മൈൻ ചെയ്തെടുക്കുന്ന പുതിയ ബ്ലോക്സ് ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ തന്നെത്താൻ ജനറേറ്റ് ചെയ്യുന്ന പുതിയ ബ്ലോക്സ് ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളതിന്, ജനറേറ്റ് ചെയ്യുന്നതിന്, പുതിയ ബ്ലോക്സ് ജനറേറ്റ് ചെയ്തത് ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ആൾ കൂടി മൈനർ നോട്ട്സ് ആണ്. ആക്ച്വലി ഇത് കോംപ്ലക്സ് കാൽക്കുലേഷൻസും മാത്തമെറ്റിക്കൽ പ്രോബ്ലംസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് മൈനർ നോട്ട്സ്. അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്തെടുക്കുന്നതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസികളുടെ ആദ്യകാല വർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. പിന്നീട് നമ്മൾ സോൾവ് ചെയ്തെടുത്ത് നമ്മൾ മൈൻ ചെയ്തെടുത്തൊരു ക്രിപ്റ്റോ കറൻസി വെച്ച് നമുക്ക് അത് മാർക്കറ്റിലോട്ട് ഇറക്കാം. മാർക്കറ്റിലോട്ട് വൺസ് ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അത് മറ്റൊരു മെത്തേഡിലാണ്, നമ്മുടെ മണി പോലെയാണ് പോകുന്നത്. പക്ഷെ അതിനു മുൻപ് ആ ഒരു കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്യുന്ന ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. സോ മൈനർ നോട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും അതിനൊരു ക്രിപ്റ്റോ കറൻസിയിൽ അവർക്ക് റിവാർഡ് കിട്ടുന്നതും ഒക്കെ. ആൻഡ് മൈനർ നോട്ട്സ് ആക്ച്വലി റിക്വയർ സ്പെസിഫൈഡ് ഹാർഡ്വെയർ വേണം, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വേണം. മൈനിങ് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഇവർക്ക് വേണം. അതുകൊണ്ട് തന്നെ മൈനിങ് പൂൾസോ അല്ലെങ്കിൽ വളരെ ഫിനാൻഷ്യൽ എബിലിറ്റി ഉള്ള, ഇൻവെസ്റ്റ് ചെയ്യാനും വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുടെ കയ്യിലായിരിക്കും ഇതുള്ളത് എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് മൈനർ നോട്ട്സ്. ദിസ് ആക്ച്വലി എൻഷുർസ് പുതിയ ന്യൂ ട്രാൻസാക്ഷൻസിനെ എൻഷുർ ചെയ്യുന്നത് മൈനർ നോട്ട്സ് ആണ്. അതുപോലെ തന്നെ വളരെ സെക്യൂറും ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അപ്പൊ നമ്മൾ ബ്ലോക്കിനെ പറ്റി പറയുന്നു, മൈനറിനെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ ഫുൾ നോട്ട്സ്, മൈനർ നോട്ട്സ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ലൈറ്റ് നോട്ട്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കാം. ഒരു മിനിമം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂ. സോ ഇവിടെ നിങ്ങൾക്ക് നോഡ് അറിയാം, മൈനേഴ്സ് അറിയാം. ലെഡ്ജർ ഏതാണ്? ലെഡ്ജറിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ്. പ്രൂഫ് ഓഫ് വർക്ക്, നെറ്റ്വർക്ക് കോൺഷ്യസ്, ഡിഫിക്കൽറ്റി ലെവൽ, ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം. ഇതിൽ ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കേണ്ടതുണ്ട്. സോ ഇവിടെ ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഒരു പൈസ തന്നെ 2 വട്ടം ചെലവഴിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 2000-ന്റെ ഒരു നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 500-ന്റെ, 2000-ന്റെ കഥയൊക്കെ പോയി, 500-ന്റെ ഒരു നോട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ഒരു തവണ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ നിങ്ങളിലേക്ക് പിന്നെ വരില്ല. അതങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, അത് മറ്റൊരാളിലേക്ക് ആ പർട്ടിക്കുലർ നോട്ട് അങ്ങ് പോവാം. നോട്ടിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ വിർച്വൽ കറൻസി ആയതുകൊണ്ട് തന്നെ ഇതൊരു വിർച്വൽ കറൻസി, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമല്ല, വിർച്വൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കറൻസി. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം വരാം. ഡബിൾ സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പെൻഡിങ് ഓഫ് ദ സെയിം ക്രിപ്റ്റോ കറൻസി ഓർ ബ്ലോക്ക് ചെയിൻ ടോക്കൺ മോർ ദാൻ വൺസ്. അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവം തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്തുകയും അത് ഉപയോഗിച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുകയും. ഇപ്പൊ 500 രൂപയ്ക്ക് ഞാനൊരു കാര്യം വാങ്ങിച്ചു, ആ ടോക്കൺ തന്നെ, ആ ഒരു കറൻസി തന്നെ പിന്നെ എൻ്റെ വാലറ്റിലോട്ട് വന്നിട്ട് പിന്നെ എനിക്ക് മേടിക്കാൻ പറ്റുന്നു. അതായത് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റി നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ നമ്മുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചു വരുന്നു. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ ആ മെക്കാനിസത്തെ അത് തകർക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഡബിൾ സ്പെൻഡിങ് ഈസ് സ്പെൻഡിങ് ദി സെയിം ക്രിപ്റ്റോ കറൻസി ഓർ ബ്ലോക്ക് ചെയിൻ ടോക്കൺ മോർ ദാൻ വൺസ്. ഒരു തവണയിൽ കൂടുതൽ
നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടോക്കൺ ദാറ്റ് റെപ്രസെന്റ് വാല്യൂ ഓൺ എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിലെ ഒരു ടോക്കൺ ആണ്, ഒരു പൈസയുടെ ഒരു ടോക്കൺ ആണ്. സോ അവിടെ ഒരു പ്രോപ്പർ മെക്കാനിസംസ് ഇല്ലെങ്കിൽ, സോ വിതൗട്ട് പ്രോപ്പർ മെക്കാനിസംസ് ഇൻ പ്ലേസ് ഇറ്റ് വുഡ് ബി ഈസി ടു ചേഞ്ച് ദ ലെഡ്ജർ എൻട്രി ആൻഡ് ഗീവ് യുവർ സെൽഫ് ബാക്ക് ദ എമൗണ്ട് യു ഹാഡ് സ്പെൻഡ്. സോ നിങ്ങൾ ഒരിക്കൽ സ്പെൻഡ് ചെയ്ത പൈസ നിങ്ങളിലേക്ക് തന്നെ രണ്ടാമത് വരുത്താനൊക്കെ നമുക്ക് പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം ഇതാണ് കോൺസെപ്റ്റ് എന്ന് ഓർത്തിരിക്കുക. സോ നോട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മൈനേഴ്സ് എന്താണെന്ന് അറിയാം, ലെഡ്ജർ എന്താണെന്ന് അറിയാം, ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരാം, ബിക്കോസ് ഇതൊരു ടഫ് ടോപ്പിക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, എന്നാലും നമ്മൾ ഒന്നുകൂടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സോ നമ്മൾ നോട്ട്സിനെ പറ്റി പറയുകയാണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തെ കോൺസെപ്റ്റ് ആയ നോട്ട്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ബ്ലോക്ക് ചെയിൻ നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എനി ഡിവൈസ്. നമ്മൾ ആദ്യം പല തരത്തിലുള്ളത് പറഞ്ഞു അല്ലേ? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പറ്റി പറയുന്നു, സ്മാർട്ട് ഫോണിനെ പറ്റി പറയുന്നു, പല ടൈപ്സ് ഓഫ് നോട്ട്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് കോമൺ ആയിട്ട് പറയാം, നോട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എനി ഡിവൈസ് ദാറ്റ് റൺസ് എ ബ്ലോക്ക് ചെയിൻസ് പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ. ഒരു ബ്ലോക്ക് ചെയിൻ്റെ പ്രോട്ടോകോൾ സോഫ്റ്റ്വെയറിൽ റൺ ചെയ്യുന്ന ഏത് ഡിവൈസിനെയും നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയാം. ആൻഡ് എന്തെന്ന് പറയാം? ബ്ലോക്ക് ചെയിൻ നോഡ് എന്ന് പറയാം. ആൻഡ് ദിസ് ബ്ലോക്ക് ചെയിൻ നോഡ് ആക്ച്വലി കണക്ട്സ് ടു ദ നെറ്റ്വർക്ക്. അതാണ് നെറ്റ്വർക്കിലോട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. അപ്പം നോഡാണ് നെറ്റ്വർക്കിലോട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രോട്ടോകോൾ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന ആളും നോഡാണ്. നമ്മളൊരു കമ്പ്യൂട്ടർ ആവാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആവാം. അവിടെ ട്രാൻസാക്ഷൻസ് ഒക്കെ രേഖപ്പെടുത്തും. സ്മാർട്ട് ഫോണിന്റെ മെമ്മറി കുറവാണ്, അതേസമയം ഒരു ഫുൾ നോഡിന്റെ മെമ്മറി കൂടുതലാണ്. ലൈറ്റ് നോഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നോണം. നോട്ട്സ് എന്ന് പറയുന്നത് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നോട്ട്സ് എന്ന് പറയുന്നത് മോഡറേറ്റേഴ്സ് ആണ് കേട്ടോ. മോഡറേറ്റേഴ്സ് സാധ്യമാക്കുന്ന ആളാണ്. ദാറ്റ് ബിൽഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക്. ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിന്റെ ആ ഒരു മോഡറേറ്റർ ആണ്. അത് ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന മോഡറേറ്ററെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എസെൻഷ്യലി ആക്ട്സ് എസ് എ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ ദി ബ്ലോക്ക് ചെയിൻ ഇറ്റ്സെൽഫ്. ഓർത്തിരിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞ പല ടൈപ്സ് ഓഫ് നോഡ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ എതീറിയം നോഡ് പലതവണ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഒരാളാണ്. എതീറിയം നോഡ് എന്ന് പറയുന്നത് പലതവണ ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ വന്നിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ എതീറിയം ഫുൾ നോഡ് എന്താണെന്നും ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആപ്പിൽ ഇതിനെ പറ്റി എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. സോ അതൊക്കെ ഒന്ന് നോക്കിക്കോണേ. എതീറിയം നോഡ് എന്താണ്, എതീറിയം ഫുൾ നോഡ് എന്താണ്, മൈനർ നോഡും എതീറിയം നോഡും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചിരിക്കാം. ദെൻ നമ്മൾ അടുത്ത പോകുന്ന മൈനേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഒരു ക്വിക്ക് റിവിഷൻ പോലാണ് പറയുന്നത്. മൈനേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. മൈനേഴ്സ് ആർ ക്രൂഷ്യൽ ഇൻ ബ്ലോക്ക് ചെയിൻ. എന്താ നമ്മൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇവരാണ് കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്ത് കോയിൻസിനെ തരുന്നതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ മൈനേഴ്സ് ക്രൂഷ്യൽ ആണ് ഒരു ബ്ലോക്ക് ചെയിനിൽ. മൈനേഴ്സ് ആർ ക്രൂഷ്യൽ ഇൻ ബ്ലോക്ക് ചെയിൻ. മൈനിങ് എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് തന്നെ മൈനേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഒരു ട്രാൻസാക്ഷനെ വാലിഡേറ്റ് ചെയ്യുന്നത്, സെക്യൂർ ആക്കുന്നത്. സോ മൈനേഴ്സ് വാലിഡേറ്റ് ആൻഡ് സെക്യൂർ. ഒരു ട്രാൻസാക്ഷനെ വാലിഡേറ്റ് ചെയ്യിക്കുന്നത്, സെക്യൂർ ചെയ്തിരിക്കുന്നതൊക്കെ മൈനേഴ്സ് ആണ്. ആൻഡ് ഒരു ബിറ്റ്കോയിൻ ലെഡ്ജറിന് തന്നെ ഒരു ഇന്റഗ്രിറ്റി കൊടുക്കുന്ന ആളും മൈനേഴ്സ് ആണ്. അഡീഷണലി മൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവർ ക്യാരി ഔട്ട് ചെയ്യുന്നു. കോംപ്ലക്സ് അൽഗോരിതംസ് ഇവർ സോൾവ് ചെയ്യുന്നു. അവർ പുതിയ കോയിൻസിനെ മൈൻ ചെയ്തെടുത്ത് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ്, എന്തുകൊണ്ടാണ് എല്ലാവരും ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും? എന്തുകൊണ്ടാണ് ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ ഈ ഡിപ്രഷൻ ഒക്കെ വന്ന സമയത്ത്, വേൾഡിൽ ഇക്കണോമിക് ഡിപ്രഷൻ ഒക്കെ വന്ന സമയത്ത് എല്ലാത്തിൻ്റെയും വാല്യൂ കുത്തനെ കുറയുന്നത് നമ്മൾ കണ്ടു. ഭയങ്കരമായിട്ട് വാല്യൂ കുറയുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അസറ്റ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളുടെയും വില കുറയും. അപ്പോഴാണ് വില കുറയാത്ത, വാല്യൂ ഡിമോളിഷ് ചെയ്യാത്ത ഒരു സംഭവം വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊരു കോൺസെപ്റ്റ് വരികയും അന്ന് സന്തോഷി നക്കാമോട്ടോ, നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അയാൾ ഒരു പേഴ്സൺ ആണോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണോ, അവരാണ് ക്രിപ്റ്റോ കറൻസി ആദ്യമായിട്ട് കൊണ്ടുവരുന്നതും ഒക്കെ. സോ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളും ചരിത്രങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. അപ്പം ഇതില് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കാര്യങ്ങളേ ഉള്ളൂ, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് എമൗണ്ടേ ഉള്ളൂ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പം ആ ഓരോ കറൻസിയും നമ്മൾ കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്ത് മൈൻ ചെയ്തെടുത്തിട്ടാണ് അത് പിന്നീട് ഈ ഒരു സിസ്റ്റത്തിലോട്ട് ഈ പൈസ അവൈലബിൾ ആകുന്നത്. പിന്നെ നമ്മൾ അത് യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നു. സോ ഈ മൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഇപ്പം വളരെ കോംപ്ലക്സ് അൽഗോരിതം ആക്കിയിട്ടുണ്ട്.
സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ മൈൻ ചെയ്ത് ഈ ഒരു പണം എടുത്ത് ആ ഒരു സിസ്റ്റത്തിലോട്ട് അവൈലബിൾ ആക്കുന്നതിൽ, അതാണ് പറയുന്നത് through the process of mining they introduce a new coins into the system. ആരാണ് മൈനേഴ്സ്. അതാണ് ഡീസെൻട്രലൈസ്ഡ് വേ ടു ഇഷ്യൂ ദ കറൻസി എന്നൊക്കെ പറയുന്നത്. സോ മൈനേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെഡ്ജറിന്റെ സ്വഭാവങ്ങൾ നമ്മൾ പറഞ്ഞു, ഡബിൾ സ്പെൻഡിങ് പ്രോബ്ലം ക്യാൻ ഹാപ്പൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി പല PYQs എടുത്ത കുറെ കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ലൊക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കാണും. എങ്കിൽ പോലും സ്പെഷ്യൽ ടോപ്പിക്സിൽ കുറേ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതുണ്ട്. അതിൽ അത്ര അപ്രോച്ചബിൾ അല്ലാത്ത ടോപ്പിക്സിന്റെ പ്രീവിയസ് ഇയറും MCQs ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും സ്കോർ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇനി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് DApps എന്താണ്, സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണ് എന്നൊക്കെ പല തവണ മൾട്ടിപ്പിൾ ടൈം ബ്ലോക്ക് ചെയിനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ്. സോ ഇവിടെ ആക്ച്വലി ആ രണ്ടെണ്ണവും നമുക്ക് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ബ്ലോക്ക് ചെയിൻ യഥാർത്ഥത്തിൽ 3 വേർഷനിലാണുള്ളത്. ബ്ലോക്ക് ചെയിൻ 3 വേർഷൻസ് ആണുള്ളത്. അതിൽ ബ്ലോക്ക് ചെയിൻ 1.0 ആണ് കറൻസി, നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന കറൻസിയുടെ ആ ഒരു കാര്യങ്ങളും എല്ലാം വരുന്ന ബ്ലോക്ക് ചെയിൻ ആണ് ബ്ലോക്ക് ചെയിൻ 1.0. രണ്ടാമത്തേതാണ് സ്മാർട്ട് കോൺട്രാക്ട്സ്. ആരാണ്, ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. സ്മാർട്ട് കോൺട്രാക്ട്സ്. മൂന്നാമത്തേതാണ് DApps. നിങ്ങൾക്ക് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം, DApps എന്താണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ബ്ലോക്ക് ചെയിൻ 3 വേർഷൻസ് ഉണ്ട്. ബ്ലോക്ക് ചെയിൻ 1.0 കറൻസി വരുന്നു, ബ്ലോക്ക് ചെയിൻ 2.0 സ്മാർട്ട് കോൺട്രാക്ട്സ് വരുന്നു, ബ്ലോക്ക് ചെയിൻ 3.0 DApps വരുന്നു. അപ്പൊ 3 എണ്ണം ഉണ്ട് എന്ന് ഓർത്തിരിക്കാം. ഇനി ഇതിൽ എന്താണ് ബ്ലോക്ക് ചെയിൻ? ആദ്യത്തെ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി ആൻഡ് ഓൾ ദാറ്റ്. കറൻസി ആയിട്ട് ഡീൽ ചെയ്യുന്ന നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസം എല്ലാം വരുന്നതാണ് ആദ്യത്തെ കറൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ DApps എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ടൈപ്പ് 2 ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്, ടൈപ്പ് 2 ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ്. ആൻഡ് എ സ്മാർട്ട് കോൺട്രാക്ട് ഈസ് യൂഷ്വലി ഡിഫൈൻഡ് ആസ് എ ഡിജിറ്റൽ എഗ്രിമെന്റ്. എന്താണ്? ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ്. ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ്. ദാറ്റ് ഈസ് സൈൻഡ് ആൻഡ് സ്റ്റോർഡ് ഓൺ എ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ സൈൻ ചെയ്യപ്പെടുകയും അതുപോലെ അവിടെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. വിച്ച് എക്സിക്യൂട്ട് ഓട്ടോമാറ്റിക്കലി വെൻ ദ കോൺട്രാക്ട്സ് ടേം ആൻഡ് കണ്ടീഷൻസ് ആർ മെറ്റ്. സോ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യപ്പെടുന്ന ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ്. അപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയിൻ 1 എന്ന് പറയുന്നത് കറൻസിയുമായിട്ട് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ 2.0 സ്മാർട്ട് കോൺട്രാക്ട്സ് അഥവാ ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ് എന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഒരു ബ്ലോക്ക് ചെയിൻ സ്പെസിഫിക് പ്രോഗ്രാമിംഗിലാണ്. ഇതാണ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു ബ്ലോക്ക് ചെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, അതിലാണ് ഈ ഡിജിറ്റൽ എഗ്രിമെന്റ്സ് എഴുതപ്പെടുന്നത്. ഓക്കെ, സോ സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എഗ്രിമെന്റ്സ് എന്ന് അറിയാം. ഈ ഡിജിറ്റൽ എഗ്രിമെന്റ്സ് എപ്പോഴും എഴുതപ്പെടുന്നത് ഒരു ബ്ലോക്ക് ചെയിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സോളിഡിറ്റി. നോക്കിയേ, SOLIDITY, സോളിഡിറ്റി കണക്കത്തുള്ള. സോളിഡിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് എ ലാംഗ്വേജ്. സോ സോളിഡിറ്റി ടൈപ്പ് ആയിട്ടുള്ള ലാംഗ്വേജുകളിലാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എഴുതപ്പെടുന്നത്. സോളിഡിറ്റി ഒരു തവണ ഓപ്ഷൻസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. എതീറിയം എന്ന് പറയുന്നത് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എന്താണെന്നൊക്കെ അറിയാം, എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന, ഒരാളുടെ കയ്യിലിരിക്കാത്ത. സോ എതീറിയം എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ആണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിന്റെ പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് ഈസ് എ ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം that actually establishes a peer-to-peer network that securely executes and verifies application code called smart contracts. അപ്പോൾ സ്മാർട്ട് കോൺട്രാക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന, ഡിജിറ്റൽ എഗ്രിമെന്റ്സ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോം ആണ് ആര്? എതീറിയം എന്ന് ഓർത്തിരിക്കുക. എതീറിയം ഫുൾ നോഡിനെ പറ്റി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലാംഗ്വേജ് യൂസ്ഡ് വിത്തിൻ എതീറിയം ടു ഇംപ്ലിമെന്റ് സ്മാർട്ട് കോൺട്രാക്ട്? സ്മാർട്ട് കോൺട്രാക്ട് എഴുതുന്ന കുറേ ലാംഗ്വേജ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഡിജിറ്റൽ ലാംഗ്വേജസ് ഉണ്ട്. അതിലൊന്നാണ് സോളിഡിറ്റി എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്തിരുന്നോണേ. അതുപോലെ തന്നെ നമ്മൾ DApps ചെയിൻ ലിങ്കിന്റെ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഓർത്തിരിക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് DApp? DApp എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്നതാണ്, ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, DApp എന്ന് പറയുന്നത്. സോ DApp ഈസ് എ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതൊരു പബ്ലിക് ബ്ലോക്ക് ചെയിൻ അല്ല, അതൊരു സ്മാർട്ട് കോൺട്രാക്ട് ഒരിക്കലും അല്ല. നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിനിൽ ഒരെണ്ണമാണ് സ്മാർട്ട് കോൺട്രാക്ട്, ഒരെണ്ണമാണ് DApp. സോ അതുകൊണ്ട് തന്നെ എ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് ആര്, DApp എന്ന് പറയുന്നത്. ഒരു സംശയം വരണ്ട, യാതൊരു കാര്യവുമില്ല. What are the different types of blockchain? ഏതൊക്കെയാണ് different types of blockchain? നിങ്ങൾക്കറിയാം പബ്ലിക് ബ്ലോക്ക് ചെയിനെ പറ്റി നമ്മൾ പഠിച്ചു, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനെ പറ്റി പഠിച്ചു. പബ്ലിക് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതാണ്, ട്രാൻസ്പെറന്റ് ആണ്, ട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. പ്രൈവറ്റ് അങ്ങനെയല്ല, കുറച്ച് പെർഫോമൻസ് കൂടുതലാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ഉള്ള ആൾക്കാർ, ആക്സസിബിലിറ്റി ഉള്ള ആൾക്കാർ മാത്രമുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. പബ്ലിക്കും പ്രൈവറ്റും നമുക്കറിയാം. പിന്നെ ജനറിക്ക് നമ്മൾ എങ്ങും കണ്ടില്ല. കൺസോർട്ടിയം വരുന്ന ആൻസേഴ്സ് 3 എണ്ണം ഉണ്ട്. അതിൽ പബ്ലിക്, പ്രൈവറ്റ്, ജനറിക്ക് നമ്മൾ എന്താണ് പറഞ്ഞത്, ജനറിക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പൊ അതല്ല എന്ന് പറയാം. സീക്രട്ട് ഇല്ല. സോ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് കൺസോർട്ടിയം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലോക്ക് ചെയിൻ ഈസ് എ പിയർ ടു പിയർ ഡാഷ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി ദാറ്റ് മേക്സ് ദ റെക്കോർഡ്സ് ഓഫ് ആൻ എനി ഡിജിറ്റൽ അസറ്റ് ട്രാൻസ്പെറന്റ് ആൻഡ് അൺചേഞ്ചബിൾ. ഏത് ഡിജിറ്റൽ അസറ്റിന്റെയും ആ ഒരു റെക്കോർഡിനെ എന്താക്കുക എന്നതാണ്, ട്രാൻസ്പെറന്റും അതുപോലെ തന്നെ അൺചേഞ്ചബിളും ആക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു, ഒരു ബ്ലോക്ക് വാലിഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ക്ലോസ് ചെയ്തു, പിന്നെ പുതിയ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് പുതിയൊരു ബ്ലോക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പം അൺചേഞ്ചബിൾ ആണ്. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പിയർ ടു പിയർ, ഒരിടത്ത് നിന്ന് അടുത്ത ഒരു ഫ്രണ്ടിൽ നിന്ന് അടുത്ത ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പിയർ ടു പിയർ ആയിട്ടുള്ള എന്താണെന്നാ ചോദിച്ചേ. നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ ഓർമ്മ വന്നോണം, ഡീസെൻട്രലൈസ്ഡ് ആണ്. ബ്ലോക്ക് ചെയിൻ എന്താണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, അത് തെറ്റരുത്. അതുപോലെ തന്നെ അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ് എന്ന് ഓർത്തിരിക്കാം. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാബേസ് ആണ്. ഇത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടങ്ങളിൽ ഒന്നും നമുക്ക് മാർക്ക് പോകേണ്ട ഒരു കാര്യമില്ല. സോ ബ്ലോക്ക് ചെയിൻ ഈസ് എ പിയർ ടു പിയർ ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബിറ്റ്കോയിൻ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. നമുക്കറിയാം ബിറ്റ്കോയിൻ ഈസ് എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി ആണ്. വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ? യെസ്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അപ്ലൈ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ട്രൂ ആണ്. നോക്കി, ബിറ്റ്കോയിൻ ഈസ് എ ക്രിപ്റ്റോ കറൻസി വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ബ്ലോക്ക് ചെയിൻ. നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ടാണ് ബിറ്റ്കോയിൻ വർക്ക് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തിട്ടാണ് ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആണ്. യാതൊരു സംശയത്തിന്റെയും കാര്യമില്ല. കാരണം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ യൂസ് ചെയ്തിട്ടാണ് ബിറ്റ്കോയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത, വാട്ട് ഡസ് P2P? നമ്മൾ എത്ര തവണ പറഞ്ഞു, പിയർ ടു പിയർ, ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കിടക്കാണ് ബ്ലോക്ക് ചെയിൻ. 1000 സിസ്റ്റത്തെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പിയർ ടു പിയർ, P2P. സോ P2P എന്താണ്, പിയർ ടു പിയർ ആണ്. അതിൻ്റെ അകത്തൊന്നും ഒന്നും തെറ്റേണ്ട യാതൊരു കാര്യവുമില്ല. ഹൂ ഇൻട്രൊഡ്യൂസ് ദ ഡിജിറ്റൽ ഓൺലൈൻ ക്രിപ്റ്റോ കറൻസി നോൺ ആസ് ബിറ്റ്കോയിൻ? ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഭാഗം നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ആരാ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞല്ലോ, സതോഷി നക്കോമോട്ടോ. നമ്മൾ പറഞ്ഞു അതൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് അറിഞ്ഞൂടാ, അതൊരു സ്ഥാപനമാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. വേൾഡ് എക്കണോമിക് ഡിപ്രഷൻ വന്ന സമയത്ത് ഡിമിനിഷ് ചെയ്യാത്ത, വാല്യൂ കുറയാത്ത ഒരു അസറ്റിന് വേണ്ടി ലോകത്തെമ്പാടും തിരച്ചിൽ നടക്കുകയും അത്തരത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു കറൻസിയാണ് സന്തോഷി നക്കോമോട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്രിപ്റ്റോ കറൻസി അഥവാ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. 2009 ഇത് കൊണ്ടുവരുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മളിത് ക്ലാസ്സിലൊക്കെ പറഞ്ഞു കാണാം. ഒരു ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്റർമീഡിയറീസ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ഇന്റർമീഡിയറിയുടെയും ഹെൽപ്പ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്നത്, ഇത്തരത്തിലുള്ള കറൻസികളെ കൊണ്ടുവരുന്നത്. ഇതിനെ ഒരാളും സെൻട്രലൈസ്ഡ് ആയിട്ടല്ല, ഒരു RBIയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതെങ്കിലും സാമ്പത്തിക കേന്ദ്രങ്ങളോ ഒന്നുമല്ല. ഇത് ലോകം മൊത്തം പരന്നു കിടക്കുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും. അങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വരുന്നത്. 1800-കളിൽ തന്നെ ഇതിനെപ്പറ്റി ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് മൂല്യം കുറയുകയും അത് കണക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂലാണ് നമ്മൾ ജാപ്പനീസ് വേർഡ് ആണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. സന്തോഷി നക്കാമോട്ടോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡ് ആണ്. സന്തോഷി നക്കാമോട്ടോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡ് ആണ്. ഏതാണ്ട് ഡിജിറ്റൽ കറൻസി മൈനേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്ത് ബിറ്റ്കോയിൻ മൈനിങ് ഉണ്ട്. പിന്നെ മൈൻ ചെയ്തെടുത്തതിന് ശേഷം അവർക്ക് ഇത് യൂസ് ചെയ്യാം.
ഏതാണ്ട് 4 മില്യൺ 17 ബില്യൺ ബിറ്റ് കോയിൻസ് ആണ് ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 4 ബില്യൺ മാത്രമേ ഇനി എന്ത് ചെയ്യാനുള്ളൂ, 4 മില്യൺ മാത്രമേ ഇനി നമ്മൾ കുഴിച്ചെടുക്കാനുള്ളൂ. ബാക്കി ഇത്രയും നമ്മൾ മൈൻ ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. ഖനനം ചെയ്തെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിർച്വലി ഈ കോംപ്ലക്സ് അൽഗോരിതം സോൾവ് ചെയ്ത് ആൾക്കാർ അതിനെ സ്വന്തമാക്കുന്നതിനെയാണ്. ഓക്കെ, സോ ടോട്ടൽ ഒരു 17 മില്യൺ ബിറ്റ് കോയിൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ ഇനി ഒരു 40 ബില്യൺ റിസർവ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്ര ആൾക്കാർ മൈൻ ചെയ്തുകൊണ്ട് പോയി, മൈൻ ചെയ്ത് നമുക്ക് അവൈലബിൾ ആക്കി തന്നു. ഇനി ഒരു 4 ബില്യൺ മാത്രമേ ഉള്ളൂ. അത് 2 വർഷത്തെ മുൻപത്തെ കണക്കാണ്. 4 ബില്യൺ കൂടി 4 മില്യൺ കൂടി, സോറി കേട്ടോ, മില്യൺ ആണേ, തെറ്റല്ലേ, ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, നമ്മൾ മില്യൺ ആണ് പറയുന്നത്. അപ്പൊ 17 മില്യൺ ഉള്ളതിൽ 4 മില്യൺ മാത്രമേ ഇനി എടുക്കാനുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള 4 മില്യൺ എടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, ബിക്കോസ് അവർ കോംപ്ലക്സ് ആക്കിയിട്ടുണ്ട് അൽഗോരിതം എന്നൊക്കെ ഓർക്കുക. പിന്നെ ഇത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുമ്പോൾ നമ്മൾ ആരെ വിശ്വസിച്ചിട്ടാണ് വാങ്ങുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അവിടെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നത് വളരെ സെക്യൂർ ആയിട്ടുള്ള, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണിത്. പിന്നെ നിങ്ങൾ ചോദിക്കും, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഇത്ര എല്ലാം കോടിക്കണക്കിന് പൈസ ആയിരിക്കും. ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് പണ്ട് തുടങ്ങിയ സമയത്ത് $1 നമുക്ക് 1000 ബിറ്റ് കോയിൻസ് വരെ കിട്ടുമായിരുന്നു. ഈവൻ മൈക്രോസോഫ്റ്റ് പോലും ഇതിനെ ടെൻഡറായിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് വാങ്ങാനൊക്കെ പറ്റും. സോ അന്ന് $1 നമുക്ക് 1000 ബിറ്റ് കോയിൻസ് വരെ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഒരു ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ബിറ്റ് കോയിന്റെ വില ഏതാണ്ട് 5-6 ലക്ഷം ഒക്കെയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 5-6 ലക്ഷം ഇരിക്കുന്ന പോലെ. അപ്പൊ ഇത് വെച്ച് നമ്മൾ എങ്ങനെ ട്രാൻസാക്ഷൻ നടത്തും? നമുക്കൊരു 10,000 രൂപയുടെ ഒരു സാധനം മേടിക്കണം. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബിറ്റ് കോയിന്റെ വില 5 ലക്ഷം. ഞാൻ എങ്ങനെ പോയി മേടിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലെല്ലാം 10,000 രൂപയുടെ നോട്ടാ, നിങ്ങൾക്ക് മേടിക്കേണ്ടത് 1 കിലോ ഉള്ളിയാ. നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് അവസ്ഥ. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിറ്റ് കോയിനെ തന്നെ നമ്മൾ ഒരു 100 കോടി കുഞ്ഞു യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ യൂണിറ്റും നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, അത് വെച്ച് ട്രാൻസാക്ഷൻ ചെയ്യാം. സോ അത്തരത്തിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടൊരു മെത്തേഡിൽ നടക്കുന്നതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2009 സന്തോഷി നക്കോമോട്ടോ. ആ മില്യൺ എന്ന് പറഞ്ഞത് തെറ്റി പഠിക്കരുത്, ഒന്ന് ശ്രദ്ധിച്ചോണേ. 70 മില്യൺ ബിറ്റ് കോയിൻസിൽ റിമെയിൻ ചെയ്തിരിക്കുന്നത് 4 മില്യൺസ് മാത്രമാണ്. ഓക്കെ, സോ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആ ഒരു ജാപ്പനീസ് നെയിം ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന സന്തോഷി നക്കോമോട്ടോ ആണ് കൊണ്ടുവരുന്നത്. ഇനി ഡാഷ് വെരിഫൈ ഗ്യാദർ ആൻഡ് എക്സിക്യൂട്ട് ട്രാൻസാക്ഷൻ നോട്ട്സ് ആണെന്ന് കേൾക്കുമ്പോഴേ അറിയാം ഇതിൽ ആരാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ആ എതീറിയം ഫുൾ നോഡ് നിങ്ങളൊന്ന് നോക്കണേ, മൈനർ നോട്ട്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ആപ്പിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയും സമയം എടുക്കും എതീറിയം ഫുൾ നോഡ് പറഞ്ഞെടുക്കാൻ. സോ മൈനർ നോട്ട്സ് ആണ് റിസീവ് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്, ട്രാൻസാക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് എന്താണ് ബ്ലോക്ക് ചെയിൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരും. ഒന്നും നോക്കരുത്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ്, ഡീസെൻട്രലൈസ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ഓൺ എ പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ഓൺ എ പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഒരു ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ്. ഓർത്തിരിക്കാൻ നമുക്ക് തെറ്റേണ്ട ഒരു കാര്യമില്ല. കറൻസി ആണോ ബ്ലോക്ക് ചെയിൻ? അല്ല. ലെഡ്ജർ ആണോ ബ്ലോക്ക് ചെയിൻ? ഈസ് എ ടൈപ്പ് ഓഫ് ലെഡ്ജർ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലും ഡെഫിനറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് താഴെ കിടപ്പുണ്ട്. ടൈപ്പ് ഓഫ് കറൻസി ആണോ? അല്ലേ അല്ല. അതേസമയം ബിറ്റ് കോയിൻ ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കറൻസി എന്ന് നമുക്ക് പറയാം. സോ വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ? ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ഓൺ എ പിയർ ടു പിയർ നെറ്റ്വർക്ക്. സോ ഇത്രയും കാര്യങ്ങളും കുറച്ച് പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ കവർ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മെയിൻസിന്റെ ക്ലാസ്സുകൾ എൻട്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സൈക്കോളജിയും IT-യും ആക്ടുകളും ഒക്കെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇപ്പം ചില ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ചില ടോപ്പിക്സ് അവർക്ക് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ ബേസ് തൊട്ട് വേണമെന്ന് പറയും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺസെപ്റ്റ് വേണം, ഞങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രം പോരാ, ഞങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം എന്നൊക്കെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ആണോ വേണ്ടത്? അതല്ല, അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് അസറ്റ് ആണോ കൊടുക്കേണ്ടത്? അതോ അവർക്ക് കോൺസെപ്റ്റ്സ് മതിയോ എന്നുള്ളതെല്ലാം പരിഗണിച്ച് നമ്മൾ ക്ലാസ് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന സജഷൻസ് കേൾക്കുന്നുണ്ട്, അതിന് റിപ്ലൈ ഇടാറുണ്ട്. അത്തരത്തിലൊരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ പ്രോഗ്രസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിലിംസ് കഴിഞ്ഞവരാണ്, പാസ്സായവരാണ്, അടുത്ത എക്സാമിന് വേണ്ടി ഫൈനൽ ലാപ്പിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയുടെ കോഴ്സുകൾ ആക്സസ് ചെയ്യാം. എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിന്റെ
കേരള PSCയുടെ ഒക്കെ ചാനൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഫോളോ ചെയ്ത് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആകും. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. കീപ് സ്റ്റഡി. ഓക്കെ, താങ്ക് യു.